ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, നമുക്ക് ഡിന്നറിനും ഇത് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ചതോ ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കരിഞ്ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി കരിഞ്ജീരകത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളമാണ്. ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുഴച്ച് കൊടുക്കുക. ഇതാ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഈ കുഴച്ചെടുത്ത മാവിനെ രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി മുറിച്ചെടുക്കാതെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സൗകര്യമായിരിക്കും. അപ്പോൾ അതവിടെ രണ്ടും ഞാനൊന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് ചെറിയ ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ഷേപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പരത്തിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം, സ്ക്വയർ ഷേപ്പിലൊക്കെ. അത് മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെക്കണം. ഒരു 2.5 കപ്പോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളക്കുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2-3 പ്രാവശ്യം പച്ച വെള്ളം കൊണ്ട് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പത്തട്ടിൽ വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്ന് കിട്ടുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചെടുത്തത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട്
നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ മസാലയ്ക്ക്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റോളം തന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ ഇതിലേക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇത്ര മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്യത്യസ്തമായ രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമാണ്, അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുക. എപ്പോഴും ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ തയ്യാറാക്കി നോക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.